आप जो खड़े हैं हमें मलयाली नहीं आती सर, इनका नाम पता करिए। എന്റെ പേര് സിനോവിൻ ആണ്. സിനോവിൻ. നിങ്ങൾ എവിടെയാണ് സ്ഥലം? ഞാൻ മേപ്പാടിയാണ്. ഞാൻ പഠിച്ച സ്കൂളാണ് ഈ കാണുന്നത്. ये इनका गांव जो है, यहाँ से जो मेपाड़ी है, जो जंक्शन है जहाँ से हम टर्न लेकर आते हैं, इतने किलोमीटर में मेपाड़ी 13 किलोमीटर. हाँ 13 किलोमीटर दूर पर है। तो वहाँ से आए हैं। इनका ये कहना है कि यहाँ इनकी स्कूल, ये जो स्कूल नजर आ रही है, इस स्कूल में ये पढ़े यहाँ के स्टूडेंट है। यहाँ सर ये जो हादसा हुआ उसके बारे में क्या बताना चाहते हैं? ഇവിടെ ഈ ഒരു ദുരന്തം നടന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? വളരെ വിഷമകരമായ ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം എന്റെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇത് അറിഞ്ഞിട്ട് ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത്. ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഞാൻ ഇന്ന് വന്നിരിക്കുന്നതാണ്. इनका कहना है कि आज ही इनको मौका मिला है आने का, लेकिन इनको दिल इनका इतना बेजार है, यानी इतना दुखी है कि इनका कहना है कि इनके साथ जितने भी इनके जो दोस्त है, क्लासमेट है, बहुत सारे जो है खत्म हो चुके हैं, जिसकी वजह से इनका दिल जो है बहुत दुखी है। तो वो यहीं पे रहने वाले थे जो इनके क्लासमेट्स थे? ഇപ്പൊ നിങ്ങൾ ഈ മറ്റേ ക്ലാസ്മേറ്റ്സ് ഇതേ നാട്ടുകാരാണോ? എല്ലാവരും ഈ നാട്ടുകാർ തന്നെയായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ച് പിരിഞ്ഞതുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു യാത്രയോട് പറഞ്ഞു പോയാലുള്ള ഒരു വിഷമമാണ് ഞങ്ങൾക്കുള്ളത്. कहना है कि एक महीना पहले गेट टुगेदर एक पार्टी किए थे सारे दोस्त मिलकर के इसी जगह पर, स्कूल में, इसी स्कूल में। तो इनका कहना है एक महीना पहले जो है अलविदा कहने के लिए सब जमा हुए थे। आखिरी सफर का അവിടെ കാണുന്ന ആ ഒരു ഷെഡില്ലേ, ആ ഷെഡില് അതിലായിരുന്നു ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ പാർട്ടി ഉണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തില്. इनको कब पता चला कि यहाँ पर सैलाब आया? നിങ്ങൾക്ക് ഏത് സമയത്ത് എപ്പോഴാണ് ഇത് അറിഞ്ഞത്, ഈ വിഷയം അറിഞ്ഞത്? ഞങ്ങൾ ആ ഇൻസിഡന്റ് ഉണ്ടായ എന്റെ തൊട്ടടുത്ത ദിവസം രാവിലെ. इसके दूसरे दिन जो है सुबह में मालूम आया, यानी रात के 1:30 बजे जो है पहला एक सैलाब आया, उसके बाद 2 बजे के बाद जो है दूसरा सैलाब आया था। तो रात में सोए हुए थे तो सुबह में मालूम हुआ। എത്ര നിങ്ങളുടെ ചങ്ങാതിമാർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് പേരെ പരിചയമുള്ളവരാണ്. എണ്ണമറ്റ രീതിയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. बहुत सारे लोग जो पहचानते हैं, अब उनको हिसाब भी नहीं डाल सकते हैं, इतने सारे बहुत सारे लोग അവർ എല്ലാവരും ഇപ്പോ എല്ലാവരും അല്ല, കുറെ പേരൊക്കെ ക്യാമ്പുകളിലും ഒക്കെയാണുള്ളത്. അതില് ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സൗഗന്ധിക എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. അവരുടെ സൗഗന്ധിക അവരുടെ ഫാമിലി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് പോയി. हस्बैंड कहना है कि बहुत सारे लोग जो है जिनकी जान बची है वो कैंपस में है, और सौगंधिया के नाम से इनके एक फ्रेंड थे, उनकी सारी फैमिली और उनके शौहर सब खत्म हो गया, और हस्बैंड हुए। हस्बैंड पे उनके शौहर है और बाकी सारी फैमिली चले गई। सर यहाँ अभी जो बचे हुए लोग किधर हैं? ക്യാമ്പ് കിധർ ലഗായി? ഇപ്പോ ജീവിച്ചിട്ടുള്ള ആളുകൾ എവിടെയാണ് ഇപ്പൊ താമസിച്ചുള്ളത്? ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ പല പല ക്യാമ്പുകളായിട്ട് മേപ്പാടികളിലും മാനന്തവാടിയിലും അവിടേക്കായിട്ട് പല പല ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചതായിട്ടാണ് ഞങ്ങൾ വിളിച്ചറിയിച്ചപ്പോ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്ന വിവരം. जैसे कि अलग अलग गांव में अलग अलग जो है कैंपस में उनको अभी रखा गया है। तो इनका कहना है कि जरूरतमंदों को सही तरीके से सामान नहीं पहुंच रहा है, और जिनको मिला है दोबारा उन्हीं को मिल रहा है, जिनको जरूरत है उनको नहीं मिल रहा है। और जो लोग 2018 में यहाँ मुतासिर हुए थे, जो तकलीफ में थे, वो लोग अभी भी तकलीफ में है। നമ്മളിപ്പോ മിനിസ്ട്രീനെയോ അല്ലെങ്കിൽ മറ്റാരെയും കുറ്റപ്പെടുത്താനും വേണ്ടി പറയുന്നതല്ല. നമ്മളിപ്പോ നല്ലൊരു കാര്യം ഉദ്ദേശിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും കത്ത് ഇപ്പൊ ഇവര് കാണിച്ച മനസ്സിന് നന്ദി പറയുന്നു. സാധനങ്ങൾ കൊടുത്തതെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ആ സാധനങ്ങളൊന്നും തന്നെ എത്തേണ്ടതായ രീതിയിൽ അവരെത്തിക്കില്ല. കാരണം പലർക്കും കിട്ടുന്നവര് ഇപ്പൊ ഞങ്ങൾ തന്നെ പല വിഷ്വൽസ് രാത്രികളിലൊക്കെ ക്യാമ്പുകളിൽ നിന്ന് അരി എടുത്തുകൊണ്ട് പോകുന്നു. വളരെ മോശമായ ഒരു പരിപാടിയാണ്. കാരണം ഉള്ളവര് തന്നെ എടുത്തുകൊണ്ട് പോകാന്ന് പറയുന്നത് ഒന്നും എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ ജീവിച്ചിരുന്നവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വീടുകളാണ്. പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം. എല്ലാവരും ഒന്ന് സെറ്റിലായി നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് ഈ ഒരു വലിയ ദുരന്തം അവരെ ബാധിച്ചിരിക്കുന്നത്. इनका कहना है कि इसे जो राशन भी है, जिन लोगों को पहुंचना था उन लोगों को राशन नहीं पहुंच रहा है, जिनको मिला है उन्हीं को मिला है। और बहुत सारे लोग जो है जो तकलीफ में हैं वो अभी भी तकलीफ में है, उन लोगों को जो है सही से राशन नहीं पहुंच रहा है। और ये कह रहे हैं कि जो भी सियासतदान है उन लोगों को किसी को नीचे गिरा कर मैं नहीं बोल रहा हूँ, मैं एक दिल की बात कह रहा हूँ, क्योंकि मुझे जो है इससे एक बात से दुख होता है कि जो जरूरतमंद है उन लोगों को सामान पहुंचना बहुत जरूरी है। നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നത് എന്താ വെച്ചാല് ഈ പാവപ്പെട്ട ആളുകൾ ക്യാമ്പിലും അവിടെ എടുത്തിട്ട് ഒരു വീട് എല്ലാവർക്കും പാടില്ലത് ടൗൺഷിപ്പിന്റെ ഗവൺമെന്റ് പറയണം. ഗവൺമെന്റ് എങ്ങനെയാണോ ഗവൺമെന്റ് പറയണ ഗവൺമെന്റ് പ്രോട്ടോകോൾ പ്രകാരം എല്ലാവർക്കും വീടുണ്ടാക്കി ഒരു സ്ഥലത്തേക്ക് നീക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് അതിലുള്ളത്.
നമ്മളെ സന്നദ്ധ സംഘടനകൾക്ക് എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യുന്ന ഹെൽപ്പ് വെച്ചാല് ഒരു വീട് പാവപ്പെട്ട് കാണും അവർക്ക് സഹായിക്കാൻ വേണ്ടി തയ്യാറാണ്. तो इनका कहना है कि जितने भी लोग इस वक्त कैंपों में हैं, मुतासिर हुए हैं, जो अपनी जान बचा करके जो है अभी जिंदा है, तो उन लोगों के लिए घर का इंतजाम करके दें। हुकूमत अपने तरीके से वो करेगी, वो कब करेगी, लेकिन इस वक्त उनको घर की बहुत जरूरत है। तो हम जो कर सकते हैं ज्यादा से ज्यादा इतनी कोशिश करें कि जो है उनको रहने के लिए एक रिहाइश गायनी घर का इंतजाम करके देंगे। ഗവൺമെന്റ് എന്താണോ പറയുന്നത്, ഗവൺമെന്റ് ചെയ്ത് മാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതേ സ്ഥലത്ത് നമ്മൾ സ്വയം നിർമ്മിച്ച് അവർക്ക് വർക്ക് കഴിഞ്ഞ് പെയിന്റിങ് കഴിഞ്ഞ് ചാവി കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശം. 3 മാസം നമുക്ക് എന്നാണോ വീടിന് അക്കോർഡ് ചെയ്ത ഇന്ന ആൾക്ക് ഗവൺമെന്റ് നിയമപ്രകാരം ഇന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചുള്ള ആ സ്ഥലത്ത് ഇൻഷാ അല്ലാഹ് 3 മാസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തന്നെ പിറ്റേന്ന് തന്നെ എന്റെ സ്വന്തം ഭാഗത്ത് നമ്മൾ ഒരു വീടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വീടാണ് നമ്മൾ അത് പാണക്കാട് ഇന്ന് ഗവൺമെന്റ് അല്ലെങ്കിൽ പാണക്കാട് സൈഡ് സാധുക്കൾ ഷാബുദങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അതിൽ നിർമ്മിച്ചു കൊടുക്കും. कि जो मुतासिरी लोगों को जो हुकूमत जो जगह मार्क करके देगी, वो मार्क की हुई जगह पर इंशाल्लाह ये अपनी तरफ से ये घर बनाकर देने की जो है वादा कर रहे हैं। अगर हुकूमत जगह भी ना दे तो यहाँ जो सैयद साहब हैं पानाकाड़ खाली शिहाब तंगड़ के नाम से वो जो जगह पर मार्क करके देंगे, उस जगह पर जो है एक घर बनाकर देने का वादा कर रहे हैं। सर इनको पूछिए यहाँ पर जगह कहीं है तो दिखाएंगे तो जगह अलॉट होगी ना. ഇപ്പോ വീട് നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം പ്ലേസ് ഉണ്ടോ എന്ന് നമുക്ക് കിട്ടിയില്ല. നമ്മൾ അത് അന്വേഷിച്ചിട്ടാണ് ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ अभी इनको जगह नहीं मिली है, इसी की तलाश में आए हैं. अगर कहीं भी ऐसी जगह मिल गई तो इंशाअल्लाह ये पूरा घर बना करके पूरा तामीर पूरा बिल्डिंग फुल होने के बाद उसे पेंट मार के चाबी वो मुख्तलिफ तक लोगों तक पहुंचाने की बात करें. इंशाअल्लाह अल्लाह कबूल करे. थैंक यू. ഇപ്പോ ഇത് മൈസൂരിലാണ് ഇവർ വന്നിട്ടുള്ളത്. കർണാടക കറന്റ് ന്യൂസിന്റെ ചാനലാണ്. മൈസൂർ ന്യൂസ് 21 ഉണ്ട്. 2 ചാനൽക്കാരാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് ചോദിക്കുന്നത് പറഞ്ഞാല് ഇവിടെ എത്ര വീടുണ്ടായിരുന്നു, ഇവിടെ ഈ പ്ലേസിൽ എത്ര വീടുണ്ടായിരുന്നു, ഇവിടെ എത്ര വീടുണ്ടായിരുന്നു, ഏകദേശം ഇവിടെ ഒരു 10-300 വീടുണ്ടായിരുന്നു. कम से कम जो है इनके हिसाब से 300 घर यहाँ थे. अभी എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. कई लोगों का कहना है 400 या 500 या 600 ऐसे बोल रहे हैं. प्रॉपर ये സുമാർ പറഞ്ഞ 300-300 കുടുംബമുണ്ട്. 350-300 300 खानदान यानी जो फैमिलीज 300 फैमिलीज यहाँ रिहाइश थे. അതിൽ ഏകദേശം ഇപ്പോ മരണപ്പെട്ട ആളുകളെ സംഖ്യ എത്ര ആണ്? മരണപ്പെട്ട ആളുകള് 470-460. यानी 500 के आसपास ये बता रहे हैं जिनकी अमवात हुई है. यानी ये भी कंफर्म नहीं है, एक अंदाज से अपने बोल रहे हैं. सर इनके रिलेटिव्स को यहाँ पे നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും ഇല്ല? ഇല്ല. तो रेशन जो सभी डिस्ट्रीब्यूट कर रहे हैं इसके बारे में ഇവര് ഇപ്പൊ ഒരുപാട് ആളുകൾ സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് സാധനങ്ങളെല്ലാം. അപ്പൊ ഈ കൊടുത്ത സാധനം കറക്റ്റായ ആളുകൾക്ക് എത്തിക്കുന്നുണ്ടോ എന്നാണ് ഇവർ ചോദിച്ചത്. അത് കറക്റ്റായിട്ട് എത്തുന്നുണ്ട്. ആളുകൾ എത്തുന്ന ക്യാമ്പിൽ പല വഴിയൊക്കെ എല്ലാവരുടെ കയ്യിലും എത്തുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ ഫുഡ് ഐറ്റം സാധനങ്ങൾ ആവശ്യത്തിന് ഇപ്പൊ ഇവിടെ നിലവിലുണ്ട്. ഫുഡ് ഐറ്റംസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതും അല്ലാതെ ബാക്കിയുള്ള സാധനങ്ങൾ മറ്റുള്ള സാധനങ്ങൾ അത് ക്യാമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ इन लोगों का कहना है कि खाने पीने की अशा बहुत पहुंच चुकी है, अब इसकी जरूरत नहीं है. इनको വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള പിന്നെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. अभी जो इस वक्त का ये सोच ले रहे हैं, इनके आगे जो अभी इनकी जो जिंदगी है उसमें उनको कुछ करके देना ताकि वो अपनी आसानी के साथ अपनी जिंदगी सामने बसर कर सके. गवर्नमेंट से भी बहुत सपोर्ट मिलने चाहिए. കേരള ഗവൺമെന്റിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഗവൺമെന്റ് എല്ലാ ജാതിമത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും സപ്പോർട്ടാണ്. അതില് ഒരു മാറ്റങ്ങളോ ഒരു വേർതിരിവോ ഇല്ല. അപ്പൊ അതില് എല്ലാ ആളുകളും ഒരു ദുരന്തമുഖത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഇനിയുള്ള പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് ഇതിൽ പലരും നഷ്ടപ്പെട്ട ആളുകൾ അവരെ സംബന്ധിച്ച് മറ്റു ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് മാനസികമായ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ പ്രശ്നങ്ങൾ അവർക്ക് പണം കിട്ടിയാൽ പോലും അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു
കാര്യത്തിലാണ് ഇനി മുന്നോട്ട് പോകുന്നത്. हाँ यहाँ जो है അപ്പനും അമ്മയും നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ നമ്മളെന്നും കാണുന്ന ആളുകൾ ഇപ്പോ മണ്ണിന്റെ അടിയിലാണ്. കുറെ ആളുകളെ കിട്ടാനുണ്ട്. നമ്മളെന്നും വരുന്ന ഞാൻ എന്റെ ചെറിയൊരു കടയിലാണ് ആ കടയിൽ വന്നിട്ട് എന്നും വന്നു പോണ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും മണ്ണിന്റെ അടിയിലാണ്. उनका कहना है कि जितने रोजाना इनसे लोग मिलते थे, रोज सुबह भी तो इनके साथ बातचीत करते थे, मिलते उठते बैठते थे। आज बहुत सारे लोग इस जमीन के अंदर, मिट्टी के अंदर, उनकी लाशें कहाँ है नहीं मालूम है। ऐसे एक इंसानियत के तौर पर जो है यहाँ सब लोग हिंदू, मुसलमान, क्रिश्चियन, कोई ऐसे यहाँ जात भेदभाव किए बगैर जो है सब लोग जो है यहाँ खिदमत कर रहे हैं, इनका ये कहना है। गवर्नमेंट से घर बन को देने का भी कर्नाटक गवर्नमेंट से भी एक കർണാടക നമ്മുടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 100 വീട് കൊടുക്കാൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റുകൾ തമ്മിലുള്ള ഏകീകരണത്തിന്റെ അതിനുള്ള സജ്ജീകരണങ്ങൾ केरला गवर्नमेंट और कर्नाटक की गवर्नमेंट आपस में बातचीत करके वो 100 घर बनाकर देने की बात किए हैं, वो हो जाए। गांधी सर भी हाँ, राहुल गांधी വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോ നമ്മളിവിടെ വിംസ് ഹോസ്പിറ്റലുണ്ട്, അതിന്റെ ആസാദ് നോക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ പിന്നെ ഡോക്ടർ നാളെ കല്യാണം കഴിച്ചാണ് 50 കോടി രൂപ നമ്മൾ പത്രങ്ങളിലെ വാർത്ത 50 കോടി हॉस्पिटल ഹോസ്പിറ്റലിനാണ് കൊടുത്തെന്ന് പറഞ്ഞു. विम्स हॉस्पिटल के जो जिम्मेदार हैं, जो मालिक हैं, वो जो है 50 करोड़ रुपए देने का वादा किए अल्हम्दुलिल्लाह घर बना कर देने के लिए। तो इन लोगों का कहना है कि माँ है तो बच्चे नहीं है, बच्चे हैं तो माँ नहीं है, ऐसे लोगों को जो है घर बना करके दें। अभी राशन की कोई जरूरत नहीं, बहुत सारा माल पहुंच चुका है। अगर ज्यादा माल पहुंचेगा फिर खराब हो जाएगा माल। जरूरत पर इंशाल्लाह जब भी जरूरत पड़ेगी इंशाल्लाह आप तक बात पहुंच जाएगी कि हाँ जरूरत है। और केरला के लोग जो अल्हम्दुलिल्लाह वो लोग अपनी जरूरत पूरी कर देंगे, लेकिन इनकी जरूरत है, ये बड़ी अमाउंट की जरूरत है। वो अमाउंट है वो घर बनने के लिए। इंशाल्लाह जब तक उनका घर पूरा तैयार नहीं हो जाता, जब तक जो है हम अभी आराम से नहीं बैठेंगे, इंशाल्लाह सब कोशिश करते रहेंगे। देखिए खतरे से जो है समंदर है, खतरा भी अगर पड़ेगा तो एक बड़ा जो सैलाब बन जाएगा पैसों में इंशाल्लाह। अगर बड़ी अमाउंट बनेगी तो इंशाल्लाह उनके घर का इंतजाम करके देंगे इंशाल्लाह। सर जो भी अभी अनाउंस किया है 50 करोड़ रुपया, उनका नाम क्या है सर? ഇത് ഈ 50 കോടി വാഗ്ദാനം ചെയ്ത ആളുടെ പേരെന്താണ്? പേര് ആസാദ് മൂപ്പന്റെ മകളുടെ ഭർത്താവ്. ആസാദ് മൂപ്പന്റെ മകളുടെ ഭർത്താവ്. हाँ, आजाद के जो नाम के जो आदमी है वो अपनी बेटी के तरफ से दे रहे हैं. നരേന്ദ്രമോദി വന്നിട്ട് പോയതാണ്. അപ്പൊ മൂപ്പർ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തോ? നിലവില് വാഗ്ദാനം ചെയ്തതായിട്ട് അറിയില്ല, പക്ഷെ മുന്നോട്ട് എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള വാഗ്ദാനം കേരള ഗവൺമെന്റ് പിന്നെ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പ്രധാനമന്ത്രി വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പോയി. കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ കളക്ടർ അടക്കം എല്ലാ ആളുകളും കേരള ഗവർണർ ഉണ്ടായിരുന്നു, പിന്നെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ ആളുകളും ബന്ധപ്പെട്ടവരുണ്ട്. ആ യോഗത്തിലും പിന്നീട് കേന്ദ്ര മന്ത്രിസഭയിലുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അതിന് ഒരു നടപടിയെടുക്കും. ഏതായാലും ഈ കാരണത്തിന് വലിയൊരു പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് प्रतीक्षा कितने मैंने तो अभी आकर के गए, मुआयना करके गए हैं नरेंद्र मोदी साहब। तो अभी इंशाल्लाह हुकूमत की लेवल से, यानी हुकूमत के जरिए से जितने भी उनको वहाँ वो जरूरत है, जितना भी यहाँ लोगों को जरूरत है वो इंफॉर्मेशन जैसे ही मिलेगा इंशाल्लाह। तो उम्मीद रखे हैं केंद्र सरकार से, उम्मीद रखे हैं कि वो कुछ ना कुछ करेगी। ഒരു കാരണവശാലും ആരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറ്റപ്പെടുത്തുന്ന സമയമല്ല, എല്ലാവരും യോജിച്ച് നിൽക്കുകയും ചെയ്യുകയും ചെയ്യേണ്ട ഒരു ഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ നാട്ടിനെ സംബന്ധിച്ച്, ഈ നാട്ടിലെ ജനങ്ങളെ संबंधित कहना है कि इस वक्त जो है छोटी छोटी बातों को कोई किसी की शिकायत ना करे। यहाँ सब मिलकर इस वक्त जरूरत है लोगों की मदद करना है। वो ऐसा किया वैसा किया, किसी के बारे में शिकायत किए बगैर जो इस वक्त सब एकजुट होकर के लोगों को उनकी जरूरत पूरी करने की कोशिश करें। ഈ പശുക്കളുടെ ആളുകളിലൊക്കെ ആളുകൾ ശരിക്കും ഉടമക്കാർ മരിച്ചു അല്ല. അപ്പോ ഈ കന്നുകളിൽ ശരിക്കും ആളുകളില്ല, ആളുകൾ മരണപ്പെട്ടു പോയ പശുക്കളുമാണ് मैंने अभी आप कैमरा उधर घुमाकर दिखा, जितने यहाँ गाय दिख रही है, जानवर, ये जितने जानवर हैं इनका कहना है कि बहुत दुख की बात है। उनके जितने भी मालिक थे, गांव वालों का कहना है कि जितने यहाँ जानवर नजर आ रहे हैं ये
बात नहीं कर सकते, अपना दुख नहीं बता सकते। ये जानवर जितने हैं, इनके जितने भी मालिक थे, ये सब मर चुके हैं, ये यतीम हो चुके हैं ये जानवर। इनका कहना है, कितनी दुख की बात है। ये बात सुनते ही जो है मेरा दिल बहुत, अल्फाज नहीं निकल रहे दोस्तों। ये जितने यहाँ जानवर जिनको बोलना नहीं आता है, अपना दुख नहीं बता सकते, इनके जो है सारे जितने भी इनकी देखभाल करते थे, जो इनको प्यार करते थे, जो इनको खाना देते थे, ये सारे जो है इस वक्त नहीं है, खत्म हो चुके हैं, यानी ये यतीम हो चुके हैं।